ദയവ് ചെയ്ത് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുത്. നിന്റെ പെർഫോമൻസ് കുറച്ച് കൂടുന്നുണ്ട് മുക്തേ. അയ്യോ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. നിങ്ങൾ ഇവരെ കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. പാറു സീതാ മാഡത്തിന്റെ മരുമകളാകാൻ പോകുന്നു അറിഞ്ഞ ശേഷം മുക്ത ആകെ പേടിച്ചിരിക്ക. അവളുടെ ജോലി എപ്പോ പോകുന്ന അറിയില്ലെന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു. മുക്തയ്ക്ക് പേടിച്ചിട്ട് പനി വരുന്ന അവസ്ഥയായിട്ടുണ്ട്. പാറു അവളോട് ക്ഷമിച്ചാ മാത്രമേ മരുന്ന് കഴിക്കുമെന്ന് അവള് പറയുന്നേ. ഒന്ന് ക്ഷമിക്ക് പാറു. ആ കമ്പനിയുടെ ബോസാ കൈലാഷ്. കല്യാണം കഴിഞ്ഞാലേ പാറു കൈലാഷ് സാറിന്റെ ബോസ് ആവില്ലേ? അപ്പൊ പിന്നെ നിന്നെ പേടിക്കാതെ പറ്റൂ? നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് പോയാ പ്രമോഷൻ കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ പാറു നല്ല മിടുക്കിയ. പ്രമോഷൻ തരേണ്ട ആളെ തന്നെ ഭർത്താവാക്കി. അതാണ് കഴിവ്. ഇത്രയും കഴിവുള്ള ഒരുത്തി ബോസായിട്ട് വരുമ്പോ മുക്ത പേടിക്കാതിരിക്കുവോ? അവളോട് മാപ്പ് ചോദിക്കുന്നത് തന്നെയാണ് ബുദ്ധി. ആ ശരിയാ. പാർവതി പ്ലീസ് എന്നോട് ക്ഷമിച്ചോന്നൊന്ന് പറ. മുക്തേ, പാറു നല്ല ടെൻഷനില്ല. നീ വെറുതെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ട. പാറുവിനെ വെറുപ്പിക്കാൻ വേണ്ടിയാ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്ന നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? എടി, നിന്റെ വാലുകളെയും വിളിച്ചോണ്ട് പെട്ടെന്ന് പോ, ഇല്ലെങ്കിൽ എല്ലാത്തിനും നല്ല തല്ല് കിട്ടും. ഞാൻ ഭാവിയിൽ എന്റെ ബോസ് ആകാൻ പോകുന്ന ആളോടാ സംസാരിക്കുന്നേ. അതിന് നീ എന്തിനാ ഇടയിൽ കയറുന്നേ? അവൾക്ക് വിഷമം കാണും മുക്തേ. ഇത്രയും കാലം പാറുവിന്റെ കൂടെ നടന്നെങ്കിലും അവളെ പോലെ കൈലാഷ് സാറിനെ വളച്ച് ചാക്കിലാക്കാൻ ഇവൾക്ക് കഴിഞ്ഞില്ലല്ലോ. അസൂയ തോന്നാതിരിക്കോ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ അടിച്ചു നിന്റെ പല്ല് ഞാൻ താഴെയിടും. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തല്ലടി. ഡയനെ, നിർത്തിക്കോ. നീ അതിര് കടക്കുന്നുണ്ട്. ഞാൻ ഭൂമിക മാഡത്തിനോട് പറയും. വേഗം ചെന്ന് പറ. ഇവൾക്ക് ബ്രോക്കർ പണി ചെയ്യുന്നത് അവരാണല്ലോ. നേരമായി ഞാൻ സഹിക്കുന്നു. ഞാൻ ഒരിക്കലും കൈലാഷ് സാറിനെ ചാക്കിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരേ ഒരു തവണ നിനക്ക് പ്രിയനെയാണ് ഇഷ്ടമെന്ന് പറ. എന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. എനിക്ക് അദ്ദേഹത്തോട് അത്തരത്തിലൊരു ഇഷ്ടവും ഇല്ല. അത് നിനക്കും നന്നായിട്ട് അറിയാം. എന്നിട്ടോ എന്തിനാ എന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നെ? ദയവ് ചെയ്ത് എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കണം. നിനക്ക് കൈലാഷിന് ഇഷ്ടമല്ലെന്ന് നീ പറയുന്നുണ്ടെങ്കിലും കൈലാഷ് നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് അവന് വേണ്ടി നിന്നെ പെണ്ണ് ചോദിച്ചു പോയപ്പോ സീതാന്റി നിന്നെ മരുമകളായി എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിച്ചപ്പോഴും നീ ഒന്നും മിണ്ടിയില്ലല്ലോ. നിന്റെ മൗനം എല്ലാരും സമ്മതമായിട്ട് എടുക്കുമെന്ന് നിനക്കും അറിയായിരുന്നു. പിന്നെ എന്തിനാ ഒന്നും അറിയാത്ത പോലെ നീ ഇങ്ങനെ അഭിനയിക്കുന്നത്? ഇത്രയും വലിയൊരു പ്രശ്നം പെട്ടെന്ന് എടുത്തി പോലെ തലയിൽ വീണപ്പോ ഞാൻ പേടിച്ചു പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാത്ത അവസ്ഥയായി പോയി. അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാതെ നിന്നത്. അതിനെ ആരും സമ്മതമായിട്ട് കണക്കാക്കണ്ട. അതൊക്കെ ഈ വെറുതെ പറയുന്നതല്ലേ. മനസ്സുകൊണ്ട് കൈലാഷിനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് ഈ കെയർ ഫാമിലിയുടെ മരുമകളാകണം എന്നല്ലേ നീ ആഗ്രഹിക്കുന്നത്? ഗന്ധർവനും ഇല്ലാത്തതുകൊണ്ട് നിനക്ക് കൈലാഷിനെ കല്യാണം കഴിക്കുന്നതിൽ വേറെ തടസ്സമൊന്നും ഇല്ലല്ലോ. ഗന്ധർവൻ ഇല്ലെന്നാരാ പറഞ്ഞത്? ആ ചുമ്മാ തമാശ പറയല്ലേ പാർവതി. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആണോ? എന്നെ പറ, ഗന്ധർവനാരാ? അത് എന്റെ ഗന്ധർവൻ. പാറു, എടുത്തു ചാടി ഒന്നും പറയണ്ട. ഇവര് നിന്നെ ദേഷ്യം പിടിപ്പിച്ച് അവർക്ക് വേണ്ടതെന്തോ നിന്നെ കൊണ്ട് പറയിപ്പിക്കാനാ ശ്രമിക്കുന്നത്. വാ, നമുക്ക് പോവാം. പാർവതി, നീ എന്നോട് ക്ഷമിച്ചെന്ന് പറയോ? എനിക്ക് നിന്നെ നല്ല പേടിയുണ്ട്. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടല്ലേ. മാറടി ഇങ്ങോട്ട്. ദേ, വാ.
പാർവതി പ്രിയനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ വീഡിയോ കൈലാഷിനെ കാണിച്ച് എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാക്കായിരുന്നു. മീര കൃത്യസമയം നോക്കി ഇടപെട്ടു. നിന്റെ പരിങ്ങല് കണ്ടിട്ടാ അവൾക്ക് സംശയം തോന്നിയത്. ഏയ്, ഞാൻ നല്ല നാച്ചുറൽ ആയിട്ട് നിന്നത്. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ വിഷമിക്കുന്നേ? നമ്മളിപ്പോ പാറുവിന് കൊടുത്ത ഡോസ് കാരണം അവള് തന്നെ ടെൻഷൻ സഹിക്കാൻ പറ്റാതെ കൈലാഷിനോട് സത്യം തുറന്നു പറയും. അവളായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ട് പറയിക്കും. ഞാനും പാറുവും ഇഷ്ടത്തിലാണ്. ഞങ്ങളൊരു ചെറിയ സ്നേഹം കൂടെ ഉണ്ടാക്കിയത്. മാഡവും കൈലാഷ് സാറും കൊടുങ്കാറ്റായിട്ട് വന്ന് ആ സ്നേഹക്കൂടിനെ തകർക്കാ ചെയ്തത്. മാഡം, എന്താ പാറു? മാഡം ഇപ്പൊ തന്നെ കൈലാഷ് സാറിനെ ഫോണിൽ വിളിച്ച് ഞാനും പ്രേംചേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയണം. ഇപ്പോഴോ? അതെ മാഡം, ഇനിയും വൈകിപ്പിക്കണ്ട. നീയും ബ്രെയിനും തമ്മില് ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് പോലും അത് വല്ലാത്ത ഷോക്കായി. എന്റെ അവസ്ഥ ഇതാണെങ്കിൽ കൈലാഷിന് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് കുറച്ച് സമയം താ പാറു. ആ സമയം കൊണ്ട് എനിക്കും പ്രിയഞ്ചേട്ടനും എന്തൊക്കെ സംഭവിക്കുന്നു ഒരു ഉറപ്പുമില്ലല്ലോ. എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം എന്നെ അപമാനിച്ച് സംസാരിക്കുന്നത് എനിക്ക് സഹിച്ചു നിൽക്കാൻ പറ്റുന്നില്ല മാഡം. എന്താ സംഭവിച്ചെന്ന് പറ. നിന്നെ ഹോസ്റ്റലിൽ ആരെങ്കിലും കൈലാഷിന്റെ കാര്യം പറഞ്ഞ് അപമാനിച്ചോ? ആരാ അത് ചെയ്തത്? മുക്തയാണോ അതോ അവന്തികയോ? ആരാണെന്ന് നീ പറഞ്ഞാ മതി. അവരെ ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കാം. പിന്നെ അങ്ങനെ ഒരു സംസാരം നിനക്ക് കേൾക്കേണ്ടി വരില്ല. അവരെ പുറത്താക്കിയത് കൊണ്ട് വിഷയം തീരില്ല മാഡം. ഹോസ്റ്റലിലെ മിക്ക പെൺകുട്ടികളും എന്നെക്കുറിച്ച് ഇത് തന്നെയാ ചിന്തിക്കുന്നത്. അവരെല്ലാരും മാഡം പുറത്താക്കോ? ഇനി അങ്ങനെ ചെയ്താൽ തന്നെ കമ്പനിയിലുള്ളവരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവരെ മാഡം എന്ത് ചെയ്യാനാ? ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണണമെങ്കിൽ കൈലാഷ് സാറിനെ സത്യം അറിയിക്കേ നിവൃത്തിയുള്ളൂ. ദയവ് ചെയ്ത് അദ്ദേഹത്തെ ഒന്ന് വിളിക്ക്. പാറു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കൈലാഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നോർമലായി തുടങ്ങി. കുറെ നാളുകൾക്ക് ശേഷമാണ് അവനെ ഒന്ന് ചിരിച്ചു കാണുന്നത്. അവനെ വിളിച്ച് പാറുവിന് നിന്നെ ഇഷ്ടമല്ല, ഇനി അവളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുതെന്ന് പറഞ്ഞ അവനെ അത് എത്രമാത്രം ബാധിക്കുമെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ?